യെസ്, അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ പല സംഗതികളുണ്ടാകും. ആവശ്യം കഴിഞ്ഞ് നമ്മൾ അതങ്ങ് വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ കുടുംബശ്രീ വരുമ്പോൾ അത് എടുക്കാനായി കവറിലേക്ക് കൊടുക്കും. പക്ഷേ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്ന കുപ്പികൾ കൊണ്ട് വീടുകളിൽ ഇങ്ങനെയും ചില ഉപകാരങ്ങളുണ്ട് എന്ന് കാട്ടിത്തരികയാണ് ഈ റിപ്പോർട്ട്. മനോഹരമായ വീട്ടുമതിൽ നിർമ്മിച്ചിരിക്കുകയാണ് ആലപ്പുഴ തൃക്കുന്നപ്പുഴ പതിയാങ്കരയിലെ മത്സ്യത്തൊഴിലാളിയായ സുനിൽ. ആയിരക്കണക്കിന് ചില്ലുകുപ്പികളാണ് സുനിലിന്റെ വീട്ടുമതിലിനെ ഭംഗിയാക്കുന്നത്. തിരമാലകൾക്കൊപ്പം തീരത്തേക്ക് അടിഞ്ഞുകൂടിയ ആയിരക്കണക്കിന് ചില്ലുകുപ്പികളാണ് സുനിലിന്റെ കരവിരുതിൽ വീടിന് കാവലൊരുക്കുന്ന മനോഹരമായ മതിലായി പുനർജനിച്ചത്. മത്സ്യബന്ധന പ്രവർത്തനങ്ങൾക്കിടെ തീരത്ത് കുപ്പികൾ കുമിഞ്ഞുകൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതാണ് സുനിലിനെ ഇത്തരം ഒരു ചിന്തയിലേക്ക് നയിച്ചത്. ആറാട്ടുപുഴ മുതൽ തൃക്കുന്നപ്പുഴ വരെയുള്ള 3 കിലോമീറ്റർ ദൂരത്തിനിടയിൽ നിന്ന് വലിയ പരിശ്രമത്തിലൂടെ മാസങ്ങൾ കൊണ്ട് ശേഖരിച്ച 3500ഓളം കുപ്പികളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. എവിടെ പോയാലും ഇപ്പോൾ കുപ്പികൾ ശേഖരിച്ചു കൊണ്ടുവരാറുണ്ടെന്ന് സുനിൽ പറഞ്ഞു. ഓരോ കുപ്പികൾ പോലും നമ്മൾ കളയത്തില്ല. എവിടെ കണ്ടാലും ആ സെക്കൻഡ് നമ്മൾ എടുക്കും. ഇനി എവിടെ പോയാലും കുപ്പി കണ്ടാലും എടുക്കും. അത് വണ്ടി യാത്രയാണെങ്കിലും ആ കുപ്പി എടുത്ത് കൈ വെച്ചോട്ടേ വരത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വീടാ 10 മാസത്തിൽ നമ്മൾ ആ വീട് പൂർത്തീകരിക്കും. സംഭവം കണ്ടപ്പോൾ നാട്ടുകാർക്കും കൗതുകം. ഞങ്ങൾ കളിയാക്കാർക്കുണ്ട് എന്ത് ചെയ്യാനാണോ, ഇത് വല്ലവർക്കും കൊടുത്ത് പൈസ മേടിക്കാനാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പുള്ളി അല്ലടാ, എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, അതിനുവേണ്ടി ഞാൻ ചെയ്യുവാണെന്ന് പറഞ്ഞു. ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി. 10 മീറ്റർ നീളത്തിലും 5.5 അടി ഉയരത്തിലുമാണ് മതിലിന്റെ നിർമ്മാണം. സിമന്റ് മിശ്രിതത്തിന് മുകളിൽ ഓരോ നിരയെ കുപ്പികൾ ക്രമമായി അടുക്കി വെക്കുകയാണ് ചെയ്യുക. 6 മാസം കൊണ്ട് പരസഹായമില്ലാതെയാണ് മതിൽ പൂർത്തിയാക്കിയത്. ഭാര്യ പ്രതിഭയും മക്കളായ അഭിരാമിയും അനന്തവും പിന്തുണ നൽകി. കുപ്പികൾ കൊണ്ട് വീടുണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ സുനിൽ. 8 മാസം കൊണ്ട് അത് യാഥാർത്ഥ്യമാക്കുമെന്നാണ് സുനിലിന്റെ പ്രതീക്ഷ. മീഡിയ 1 ആലപ്പുഴ.